നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. കളിക്ക് മുന്നോടിയായിട്ട് ലമീൻ യമാൽ പറഞ്ഞിരുന്നു, ഫ്രാൻസ് ആരെയെങ്കിലും പേടിക്കണമെങ്കിൽ ഞങ്ങളെ പേടിക്കണം. ഞങ്ങളോട് കഴിഞ്ഞ 2 കളികൾ പൊട്ടിയവരാണ് അവർ തുടർച്ചയായ 3ാമത്തെ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് പോകും, അതല്ല തുടർച്ചയായി 3ാം തവണ ഞങ്ങളോട് പൊട്ടുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് എന്നൊക്കെ യമാൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ കളിക്ക് മുന്നോടിയായിട്ട് പ്രസ് കോൺഫറൻസിൽ ഫ്രാൻസിൻ്റെ താരം യൂൾസ് കൂണ്ടയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. യൂൾസ് കൂണ്ടയും ലമീൻ യമാലും FC ബാഴ്സലോണയിലെ സഹതാരങ്ങളാണ്. യമാൽ നന്നായിട്ട് അറിയാവുന്നയാളാണ് യൂൾസ് കൂണ്ടെ. അപ്പോൾ കൂണ്ടയോട് യമാലിൻ്റെ ഈ വാക്കുകളിൽ ഡിസ്റെസ്പെക്റ്റ് ഇല്ലേ, അത് ഫ്രാൻസിനെ ഒന്ന് മോശമാക്കി പറയുന്നതല്ലേ എന്ന തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല. ഒരു തരത്തിലും ഇത് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഞാൻ കാണുന്നില്ല. എനിക്ക് ലമീനെ വളരെ നന്നായിട്ട് അറിയാൻ പറ്റും. ഐ നോ വാട്ട് ഹീസ് ലൈക്ക്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കോൺഫിഡൻസ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ കാര്യങ്ങൾ അവൻ ബാഴ്സലോണയിലാകുന്ന സമയത്തും ചെയ്യാറുണ്ട്. അവൻ്റെ കഴിവുകളിൽ ഒരുപാട് വിശ്വാസമുണ്ട്. അവൻ കളിക്കുന്ന ടീമിനെയും അവന് നല്ല വിശ്വാസമുണ്ട്. സോ ഇതൊരു എക്സ്ട്രാ മോട്ടിവേഷൻ, അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എക്സ്ട്രാ മോട്ടിവേഷനായിട്ടാണ് അവൻ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് യൂൾസ് കൂണ്ടെ പറഞ്ഞു. ചുരുക്കത്തിലൊരു വിവാദമുണ്ടാക്കാൻ ഇവിടെ യൂൾസ് കൂണ്ടെ തയ്യാറല്ല. അതിനോട് ആ തരത്തിൽ പ്രതികരിക്കാൻ കൊണ്ട് തയ്യാറാവുന്നില്ല. തൻ്റെ ക്ലബിലെ സഹതാരത്തെ സംരക്ഷിക്കാനാണ് അദ്ദേഹം അവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കോനെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കളിക്കളത്തിൽ കാണാം എന്ന് തന്നെയാണ് തുടർന്നങ്ങ് പറഞ്ഞത്. അങ്ങനെ പറയുന്നവർ പറയട്ടെ, ബാക്കി കളിക്കളത്തിൽ കാണാമെന്നായിരുന്നു. കൊണ്ട് അതോടൊപ്പം തന്നെ ദിദിയ ദശാമിൻ്റെ ആ ഒരു സെമി ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുവന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു ശൈലിയിലാണ് ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ സ്പെയിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, സ്പെയിന് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളാണ് എപ്പോഴും കളിക്കുന്നത്. അവർക്ക് കൗണ്ടർ അറ്റാക്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റുമെന്നറിയാം, പക്ഷെ അവർ മെയിൻലി പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളാണ് കളിക്കുന്നത്. ഞങ്ങളും തീർച്ചയായിട്ടും വിത്ത് ബോൾ കളിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ടീമാണ്. ഹൈ അപ്പ് ദി പിച്ചിൽ പ്രസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞങ്ങളും ലക്ഷ്യമാക്കുന്ന കാര്യമാണ്. ഏതായാലും മികച്ച ഒരു പോരാട്ടം കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ യൂൾസ് കൂണ്ടയും പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.